കാസർഗോഡ് പുല്ലൂർ പെരിയ ദേശീയപാതയോരത്തെ വീടുകൾക്ക് മുന്നിൽ 60 മീറ്ററോളം വരുന്ന സ്ഥലം ഒഴിഞ്ഞുകിടക്കുകയാണ്. എന്നാൽ ആ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് റോഡ് അലൈൻമെന്റ് എത്തി നിൽക്കുന്നത് വീടുകൾക്ക് തൊട്ടുപിറകിൽ. വെറുതെ കിടക്കുന്ന ഭൂമി ഒഴിവാക്കാതെയുള്ള ഈ നീക്കത്തിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ദേശീയപാത വികസനത്തിന്റെ പേരിൽ ഞങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്നുണ്ട്. അത് നിലവിൽ ഇപ്പോൾ റോഡ് 70 മീറ്റർ കൂടുതൽ റോഡുണ്ട്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ അലൈൻമെന്റ് വെച്ച് റോഡ് ഉണ്ടാക്കുന്നത്. ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എനക്കല്ലാണ്ട് ആകെ 10 സെന്റ് വീടും ഒരു ചെറിയൊരു വീടാണുള്ളത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗതിയുമില്ലാതെ പുറമ്പോക്കിൽ എവിടെയെങ്കിലും കുടിൽ കെട്ടി താമസിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡെപ്യൂട്ടി കളക്ടർ അടക്കം ഡെപ്യൂട്ടി തഹസിൽദാറെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥലം ഓൾറെഡി എടുത്തു കഴിഞ്ഞു, അളന്നു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ വില കിട്ടും, ആ വില എത്രയാണെന്നില്ല അവർ പറയുന്നില്ല. ദേശീയപാത കടന്നുപോകുന്ന പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ ചാലിങ്കാൽ, കേന്ദ്ര സർവകലാശാല പരിസരം, മൂലക്കണ്ടം എന്നിവിടങ്ങളിലായി 10ഓളം അപകട വളവുകളുണ്ട്. എന്നാൽ വളവുകൾ ഒഴിവാകും വിധത്തിലല്ല ഇപ്പോഴത്തെ സ്ഥലനിർണയമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. സുനിൽകുമാറിനോടൊപ്പം റിപ്പോർട്ടർ, കാസർഗോഡ്.